ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ കത്തി കേട്ടോ. ഒരു ചെറിയൊരു ക്യാമ്പിംഗ് നൈഫ്. ഇത് ഒരുപാട് പഴക്കമുള്ള കത്തിയാണ്. ഒരു പോക്കറ്റ് നൈഫ് മടക്കി വെക്കാം. ഇപ്പോൾ എനിക്ക് വേറൊരു കത്തിയുടെ ആവശ്യം വന്നേക്കും. എനിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു മുഴുത്തിരി കത്തി വേണം. ഒരു ഹണ്ടിങ് നൈഫ് വേണം. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് സ്റ്റീലുണ്ട്. ലീഫ് സ്പ്രിങ്ങിൻ്റെ വണ്ടിയുടെ പ്ലേറ്റ് എന്ന് പറയും. ഇത് 5160 അലോയ് സ്റ്റീലാണ്. ഹൈ കാർബണും ക്രോമിയവും ചേർന്ന സ്റ്റീല്. കത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു കത്തി ഇതുകൊണ്ട് നമ്മളിന്നൊരു കത്തി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കത്തി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 2 പീസായിരുന്നു. ഇത് ഞാനൊന്ന് കൂട്ടി ഒന്ന് വെൽഡ് ചെയ്ത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് 2 പീസായിരുന്നു. ഇത് കൂട്ടി വെൽഡ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതുകൊണ്ട് കത്തി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഇതിലോട്ട് ട്രേസ് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഫോർജിങ് പരിപാടിയൊന്നുമില്ല കേട്ടോ. അതുപോലെ മെറ്റൽ വർക്കിങ്ങിന് അങ്ങനെ ഭയങ്കര പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സൈസാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു, ഷാർപ്പാക്കി എടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സംഭവം ഏറെക്കുറെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് വെച്ചാൽ കാണിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ സാധനം. ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകട്ടോ. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ വെടിമരുന്ന് തന്നെയാണ്. അത് വേറെ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മളൊരു ചെറിയൊരു ഗൺ പൗഡറിന്റെ സംഭവം കൂടെ സെറ്റ് ആയിരിക്കുമായിരുന്നു.
ഇതിപ്പം കണ്ടിട്ടില്ലായിരുന്നു ഈ ഒരു കത്തി ഉണ്ടാക്കിയത്. ഒരു 3 ഇന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ 4 ദിവസത്തെ പണിയാ. സംഗതി സെറ്റായി. ഇതിപ്പോൾ നമ്മൾ നല്ലോണം ലെതറിൻ്റെ ഹാൻഡിലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ലെതറാണ് ഹാൻഡില്. എന്തേ ഇവിടെ ഫോക്കസ് ചെയ്യും. ഓക്കെ. ലെതർ ഹാൻഡിൽ ഇടയ്ക്കൂടെ ഓരോരോ സെറ്റ് ഇങ്ങനെ തടിയുടെ ഇട്ടിട്ടുണ്ട്. 4 3 ദിവസം കൊണ്ട് വർക്ക് ഏറെക്കുറെ തീർന്നു. പൊടി സാധനല്ലേ? 450 ഗ്രാം, 1/2 കിലോ ഓളം വെയിറ്റ് ഉണ്ട് കത്തിക്ക്. നല്ല കിടിലൻ കത്തി. കൊള്ളാല്ലേ? ഈ കാര്യത്തെ പറ്റി ഒരു ഹിന്റ് പോലും എനിക്ക് തന്നില്ല. ഇല്ല, തീർച്ചയായും മൂർച്ചയാക്കിയിട്ടില്ല. ഇപ്പൊ ഞാനിത് പാനിനകത്ത് വെച്ചോണ്ടാ വന്നത്. ഉറയില്ലാണ്ട് മൂർച്ചയോട് കൂടി പാനിനകത്ത് വെച്ച് എന്നെ സംഭവിക്കുന്ന അറിയാലോ. എന്നൊക്കെ ചിത്തിക്കൊണ്ട് പോലും അറിയത്തില്ല. അതുകൊണ്ട് മൂർച്ചയാക്കിയിട്ടില്ല. നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, കണ്ടില്ലേ ഗൈസ്? അപ്പം നമ്മുടെ കത്തി ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മൂർച്ച വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമുള്ള കത്തി കേട്ടോ, അല്ലാണ്ട് ആരും ഇഞ്ചുറി ചെയ്യാനുള്ളതൊന്നുമല്ല. ഒരു ക്രേസിന് വേണ്ടിയിട്ട് ചുമ്മാ. കത്തിയാണെങ്കിൽ പണ്ട് പോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പോക്കറ്റ് നൈഫ് മാത്രമാണ്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലൊരു കത്തി ഉണ്ടാക്കാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. സംഗതി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഒരു ഫേം ആയിട്ടുള്ള നല്ല ഗ്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മൂർച്ച. അങ്ങനല്ല, ആരെ ഉപയോഗിക്കാനും സാധനമുണ്ട്, ഉപയോഗിക്കരുത്. അതാണ്. തോക്കുണ്ട്, വെടിവെക്കരുതെന്ന് പറഞ്ഞ പോലെ. അത് തന്നെ. നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. തേങ്ങ വെട്ടണമെങ്കിൽ വേണ്ടി തേങ്ങ വെട്ടാൻ യൂസ് ചെയ്യാനെന്ന് പറയായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. ഇറച്ചി വെട്ടണമെങ്കിൽ ഇറച്ചി വെട്ടാം. പക്ഷേ ഈ കത്തി കൊണ്ട് ഇറച്ചി വെട്ടാനായിട്ട് തോന്നുന്നു എന്തായാലും അല്ലേ? ഓക്കെ. അപ്പം നമ്മളിവിടെ ചെറിയൊരു തടിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള ഹാർഡ്വുഡാണ്. ചുമ്മാ ഒന്ന് വെട്ടി നോക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചുമ്മാ പൊട്ടിത്തിറക്കൊന്നുമില്ല. അല്ലേ നന്നായിട്ട് തന്നെ ടിപ്പെല്ലാം തന്നെ നല്ല സ്ട്രോങ്ങാണ്. ശകലം പോലും ചിപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഒന്നും വളഞ്ഞിട്ടില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടിപ്പൊക്കെയാണ്. ഈ കത്തിക്ക് മൊത്തം ഒരു 5 mm തിക്നെസ് ആകട്ടോ വന്നേക്കുന്നത്. 5 mm കട്ടിയുണ്ട്. നമ്മൾ ഈ കത്തിയുടെ ഈ ഒരു ഭാഗത്തായിട്ട്, ഈ നടുക്ക് ഭാഗത്തായിട്ട് ഇച്ചിരി കട്ടി കൂടിയ ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തെങ്കിലും കട്ടിയുള്ളതൊക്കെ വെട്ടാനായിട്ട് നല്ലൊരു ഭാഗമായിരിക്കും. ഈ എന്താ പറയുക, മുറി കയറാത്ത സാധനങ്ങളൊക്കെ വലിയ കമ്പൊക്കെ വെട്ടുമ്പോഴത്തേക്കും നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു ഭാഗമാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ നമ്മുടെ സ്പെഷ്യൽ കത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു അടിപൊളി ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.